വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഓഫ് ജോ. അപ്പോൾ ഇന്നത്തെ യാത്ര ദുബായ് ഫ്രെയിം കാണാനാണ്. ദുബായിയുടെ 2 കാലഘട്ടങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ദുബായിലെ ഏറ്റവും മഹത്തായ ഒരു കാഴ്ചയാണ് ഈ ദുബായ് ഫ്രെയിം. ദുബായിൽ കരാമയ്ക്കടുത്ത് സബീൽ പാർക്കിലാണ് ദുബായ് ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. ദുബായ് ഫ്രെയിമിൻ്റെ വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 9 മണി വരെയാണ്. ദുബായ് ഫ്രെയിമിലേക്കുള്ള എൻട്രി ടിക്കറ്റിന് അഡൽറ്റിന് 52 ദർഹംസും 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ളവർക്ക് 21 ദർഹംസും 3 വയസ്സിന് താഴെയുള്ളവർക്ക് എൻട്രി ഫ്രീയുമാണ്. 490 അടി ഉയരവും 311 അടി വീതിയുമുണ്ട് ഈ ഫ്രെയിമിന്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്രെയിം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ദുബായിയുടെ ഒരു കൾച്ചറൽ ലാൻഡ്മാർക്കായിട്ട് ഈ ദുബായ് ഫ്രെയിം അറിയപ്പെടുന്നു. ഗോൾഡ് കളേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1,60,000 സ്ക്വയർ ഫീറ്റ് ഗോൾഡ് കളേർഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. ഈ കയറി ചെല്ലുന്നത് ദുബായ് മ്യൂസിയം കാണാനാണ്. ഫാദർ ഓഫ് ദുബായ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ സെയ്ദ് അൽ മത്തൂമിൻ്റെ പിക്ചറോടുകൂടിയാണ് ദുബായ് മ്യൂസിയം ആരംഭിക്കുന്നത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ദുബായിയുടെ ചരിത്രം നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. ദുബായിയുടെ പഴയകാല ജീവിത അന്തരീക്ഷമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ഒരു പഴയകാല അറബ് ഗ്രാമത്തിൻ്റെ മാതൃകയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളും ചുമരുകളും കടകളുമെല്ലാമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വീടുകളിലും കടകളിലും അതിലുപയോഗിച്ചിരുന്ന നിത്യോപയോഗ സാധനങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ച് വളരെ ഭംഗിയായി തന്നെ ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നു. ജനൽ വഴി നോക്കിയാൽ അറബ് ഗ്രാമ അന്തരീക്ഷം നേരിൽ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന വിധത്തിൽ 3D വിഷ്വൽ എഫക്റ്റോടു കൂടിയാണ് ഈ മ്യൂസിയം നിലകൊള്ളുന്നത്. വീട്ടുജോലികൾ ചെയ്യുന്നവരും അത്തർ വിൽപ്പനക്കാരനും തുണിക്കച്ചവടക്കാരനും നെയ്ത്തുകാരനും തയ്യൽക്കാരനും അധ്യാപകനും എന്നിങ്ങനെ ഒട്ടനവധി ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഈ ജനൽ വഴി നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി കാണാൻ പോകുന്നത് പഴയ ദുബായിയുടെ നിർമ്മാണ രീതിയും ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനുമായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ഉപയോഗ രീതികളുമാണ്. കൂടാതെ പഴയകാല ദുബായ് ഇന്ന് കാണുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്ത നിർമ്മാണ രീതിയും മറ്റും ഈ രേഖാചിത്രത്തിൽ വിശദമാക്കുന്നു. അങ്ങനെ ദുബായ് മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിച്ചു. ഈ കാണുന്ന ലിഫ്റ്റിലൂടെ വേണം ഇനി ഫ്രെയിമിൻ്റെ മുകളിലേക്ക് ചെല്ലാൻ. ദുബായിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് 1 മിനിറ്റിൽ താഴെ സമയം മാത്രമെടുത്ത് 490 അടി മുകളിലേക്ക് ഒരു ലിഫ്റ്റ് യാത്ര.
ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങി നേരെ ചെല്ലുന്നത് ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും ഹൈലൈറ്റായ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാനും ഫോട്ടോ എടുക്കാനുമുള്ള സൗകര്യം അവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു പേടി തോന്നിയെങ്കിലും പിന്നീട് അത് മാറി. ഇനിയാണ് വീഡിയോയുടെ തുടക്കം തന്നെ പറഞ്ഞ പോലെ ഓൾഡ് ദുബായും ന്യൂ ദുബായിയും കാണാൻ പോകുന്നത്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഇരുവശത്തും ഈ പറഞ്ഞ കാഴ്ച കാണാൻ സാധിക്കും. ഇതാണ് ന്യൂ ദുബായ്. വിശാലവും നീണ്ടു നിവർന്നു കിടക്കുന്നതുമായ റോഡുകൾ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പുതിയ കെട്ടിടങ്ങൾ, ഇതെല്ലാമാണ് പുതിയ ദുബായിയുടെ സൂചകങ്ങൾ. എന്നാൽ മറുവശത്ത് നേരെ തിരിച്ചാണ്. ഉയരക്കുറവുള്ള ചെറു ചെറു കെട്ടിടങ്ങൾ, അതാണ് പഴയ ദുബായിയുടെ സൂചകങ്ങൾ. അങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിലത്തെ കാഴ്ചകളെല്ലാം ഇവിടെ അവസാനിക്കുന്നു. ദുബായ് ഫ്രെയിമിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് ഇനി താഴേക്ക്. ഫ്രെയിമിൻ്റെ മുകളിലേക്ക് കയറിയത് ഒരു വശത്തെ തൂണിലൂടെയും ഇറങ്ങുന്നത് മറുവശത്തെ തൂണിലൂടെയുമാണ്. ലിഫ്റ്റ് ഇറങ്ങി ഇനി ചെന്ന് നിൽക്കുന്നത് ഫ്യൂച്ചർ ഓഫ് ദുബായ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം കാഴ്ചയിലേക്കാണ്. പ്രൊജക്ടറും വലിയ സ്പീക്കറുകളും സ്ക്രീനുകളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു റൂം. ഭാവിയിൽ ഇനി വരാൻ പോകുന്ന ദുബായിയുടെ മാറ്റങ്ങളും വികസന മാർഗങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു പ്രത്യേകതരം വിഷ്വൽ എഫക്റ്റിലേക്കാണ് ഇനി അവർ നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ശരിക്കും നമ്മളൊരു സ്പേസ് ഷിപ്പിൽ കയറിയ പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയം.
ഇനി ചെന്നെത്തുന്നത് സുവനീർ ഷോപ്പിലേക്കാണ്. നമ്മൾ മുകളിൽ വെച്ചെടുത്ത ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് കിട്ടുന്നത് ഇവിടെ വെച്ചാണ്. അങ്ങനെ ദുബായ് ഫ്രെയിമിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇനി പുറത്തേക്ക്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ദുബായിയുടെ മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെയും എല്ലാവർക്കും ബായ്.